ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സാബിയ സാബു. ഞാൻ വരുന്നത് കാരിപ്പള്ളി രൂപതയിലെ ഇഞ്ചിയൻ ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിഞ്ഞത് 2018-2019 ഞാൻ +2 +1 പഠിക്കുന്ന സമയത്താണ്. കൃപാസനത്തിലെ പത്രം ഞങ്ങളുടെ നെയ്ബറായ ചേച്ചി അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തു. ഞാൻ CBSE-ലാണ് LKG തൊട്ട് 10 വരെ പഠിച്ചത്. അപ്പം എൻ്റെ കൂട്ടുകാർ 10ാം ക്ലാസ് കഴിഞ്ഞ് വേറെ സ്കൂളിലോട്ടൊക്കെ മാറി, സ്റ്റേറ്റ് സിലബസ് അങ്ങോട്ടൊക്കെ മാറി. അപ്പോൾ എനിക്ക് മാറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ അമ്മ സ്കൂളിലെ ടീച്ചറായതുകൊണ്ട് അമ്മ എന്നെ മാറ്റിയില്ല. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടി, പഠിക്കുന്നില്ല, ഭയങ്കര ആകപ്പാടെ മൊത്തം പ്രശ്നമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം പൂശി എന്നെ സ്കൂളിൽ വിടുമായിരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളും പ്രാർത്ഥനയിൽ ഇങ്ങനെയൊക്കെ കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് എനിക്ക് സ്കൂളിൽ പോകാൻ എൻ്റെ മടി മാറി. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, എന്നാലും അത്യാവശ്യം പഠിക്കുകയും വലിയ കുഴപ്പമില്ലാതെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കൊരു വിശ്വാസമായി, വലിയ കുഴപ്പമില്ല, പഠിക്കാൻ പറ്റും. എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മാറി. അപ്പോൾ അങ്ങനെ എക്സാം കഴിഞ്ഞു. എക്സാമിൻ്റെ റിസൾട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്ററാണ് എന്നെ റിസൾട്ട് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ സിസ്റ്ററിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിടാ, നിനക്ക് 91.4% മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ സിസ്റ്റർ എനിക്കാണോ, ഒന്നെങ്കിൽ സിസ്റ്റർ മാർക്ക് കൂട്ടി മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊച്ചിന് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇത്രയും മാർക്ക് എങ്ങനെ കിട്ടി, ആര് തന്നു? അപ്പോൾ അങ്ങനെ വന്നിട്ട് സിസ്റ്റർ എനിക്ക് എൻ്റെ മാർക്ക് ലിസ്റ്റ് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് അവിടെ ഇടപെട്ട് എനിക്ക് തന്നൊരു അനുഗ്രഹമാണ്. അപ്പോൾ സിസ്റ്റർ വേറൊരു വാക്കുകൂടെ എൻ്റെ അമ്മയോട് പറഞ്ഞു, കൃപാസന മാതാവ് സാബിയോയ്ക്ക് ഒരു ബമ്പറാണ് കൊടുത്തതെന്ന്. അതാണ് മാതാവ് എനിക്ക് ആദ്യമായിട്ട് നൽകിയ അനുഗ്രഹം. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അങ്ങനെ 2023 നവംബർ 5-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാം എഴുതി. അപ്പോൾ ഞാൻ എക്സാമിന് മുമ്പ് ഉടമ്പടി തൈലം പൂശുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവർക്കും പാടുള്ള 2 മൊഡ്യൂളാണ് സ്പ്രഹനും ഷ്രൈബനും, നമ്മുടെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും. അപ്പോൾ എനിക്കത് വളരെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ എക്സാമിന് പോയപ്പം സ്പീക്കിങ്ങിനാണെങ്കിലും മാതാവ് എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തരുന്നവരെ വളരെ ക്യാഷ്വലായിട്ട്, നമ്മളൊരു എക്സാമിൻ്റെ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ക്യാഷ്വലായിട്ട് ജർമ്മൻ സാർ എക്സാമിന് വളരെ കൂളായിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. മാതാവ് എനിക്ക് 2 നല്ല ഉന്നതമായ വിജയം തന്നു. അപ്പോൾ ഞാനവിടെ ഉടമ്പടി തൈലം കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്യുമായിരുന്നു. അത് 2024 ഏപ്രിൽ കൊണ്ട് ഞാൻ എൻ്റെ എക്സാം മൊത്തം പാസ്സായി, മുഴുവൻ എക്സാം പാസ്സായി. അപ്പോൾ എനിക്കിനി അടുത്ത കടമ്പ പ്രോസസ്സിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ 2024 സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഞാൻ നോക്കി, പക്ഷേ അത് ശരിയായില്ല. ഏജൻസി കുറച്ച് വിഷയമായി. ഓക്കെ, അടുത്ത ഇൻടേക്ക് ഉണ്ടല്ലോ 2025 മാർച്ച് ഇൻടേക്ക്, അത് നോക്കി. അപ്പം അതും ശരിയായില്ല. അപ്പോൾ വേറെ ഏജൻസി കൊടുത്തു. അങ്ങനെ എനിക്ക് 2025 ഓഗസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റ് കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമായി, എനിക്കൊരു കോൺട്രാക്റ്റായി. ഞാൻ കാത്തിരുന്നൊരു കോൺട്രാക്റ്റാണ്. 2 ഇൻടേക്ക് ഞാൻ നോക്കി, അത് 2 നടന്നില്ല. അവസാനം ഒരു കോൺട്രാക്റ്റ് കിട്ടി. അങ്ങനെ 2024 ഏപ്രിൽ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അങ്ങനെ ജൂൺ ഞാൻ വിസയ്ക്ക് പോയി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനിപ്പോൾ ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വിസയ്ക്ക് ജൂൺ 10, 2025 ഞാൻ സബ്മിറ്റ് ചെയ്തു. ജൂൺ 20 എനിക്ക് കൊറിയർ വന്നു. കാഞ്ഞിരപ്പള്ളിയിലാണ് കൊറിയർ വന്നത്, ബ്ലൂ ഡാർട്ടിൽ. അപ്പോൾ ഞാൻ കൊറിയർ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. എൻ്റെ വിസ റിജക്റ്റ് ചെയ്തു. അവർ കാരണം പറഞ്ഞ് എൻ്റെ 4 മൊഡ്യൂളും 1 ഇയറിൻ്റെ മണ്ടയിലായി, അതുകൊണ്ട് എനിക്ക് മതിയായ ലാംഗ്വേജ് സ്കില്ലില്ല. അപ്പം ഞാൻ ഓർത്തത് എന്താണ് ഇങ്ങനെ സംഭവിച്ച്, അങ്ങനെ റിജക്ഷൻ അങ്ങനെ ആരും കേട്ടിട്ടുമില്ല, ഒന്നും ഇങ്ങനെ വന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ ഏജൻസി വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, നീ എങ്ങനെയും 1-2 മൊഡ്യൂൾ എങ്ങനെയും എഴുതിയെടുത്തിട്ട് നമുക്കൊന്നുകൂടെ വിസയ്ക്ക് വെക്കാം. അപ്പം ഇത്രയും പെട്ടെന്ന് എങ്ങനെ മൊഡ്യൂൾ എഴുതിയെടുക്കും? ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിച്ചു, നീ ബാംഗ്ലൂർ ഗോയത്തേക്ക് മെയിൽ അയക്കുക. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എക്സാം എടുത്തുവാണെങ്കിൽ ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ നമുക്ക് റിസൾട്ട് വരും. അപ്പം നീ മെയിൽ അയക്കുക, നിനക്ക് കിട്ടും. അപ്പം ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എൻ്റെ കാര്യം ഇങ്ങനെയാണ്, റിജക്ഷൻ വന്നു, ലെറ്റർ എല്ലാം കൊടുത്ത് മെയിൽ അയച്ചു. അപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ഉറപ്പില്ല, നമുക്ക് പറയാൻ പറ്റും റിപ്ലൈ കിട്ടുമോ. പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തു. അച്ഛൻ്റെ പാസ്പോർട്ടും എൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ റിജക്ഷൻ ലെറ്ററും എല്ലാം ഞാൻ കൊണ്ടുവന്നു. എല്ലാം മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനപ്പോൾ കാര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് ഇനിയൊരു റിജക്ഷൻ കൂടി എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, എങ്ങനെയും ഒന്ന് ശരിയാക്കി തരണം. കാരണം അതിയായി ഞാൻ ആഗ്രഹിച്ചാണ്, എനിക്ക് എങ്ങനെയും ജർമ്മനി പോകണം, ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പഠിച്ചതിൽ ഏറ്റവും എഫോർട്ട് ഇട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ ജർമ്മനാണ് ഞാൻ പഠിച്ചത്. അപ്പം ഇങ്ങനെ അച്ഛനോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അച്ഛനൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ കാര്യം ഉറപ്പായിട്ട് സെറ്റാക്കും, എല്ലാം ശരിയാക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാനിങ്ങനെ പോയി. അടുത്ത ദിവസം തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് മെയിൽ വന്നു. അപ്പോൾ ഞാൻ അവരോട് ഒരു മൊഡ്യൂളിൻ്റെ സീറ്റാണ് ചോദിച്ചത്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് എത്ര മൊഡ്യൂൾ വേണം? ഞാൻ പറയുക 2 മൊഡ്യൂളിൻ്റെ സീറ്റ് തരാമോ? ഓക്കെ, നോ പ്രോബ്ലം. അവർ തന്നു. അങ്ങനെ ജൂലൈ 9 തീയതി ഞാൻ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് മാതാവിനെ ജയിപ്പിക്കുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. 14 എനിക്ക് റിസൾട്ട് വന്നു. 14 എഴുതിയ 2 എക്സാം ഞാൻ പാസ്സായി. കാരണം ആദ്യത്തെ 4 മൊഡ്യൂൾ ഞാൻ പാസ്സായതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എക്സാം എഴുതി, മാതാവ് എന്നെ എക്സാം പാസ്സാക്കി. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞ് ഓക്കെ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ എംപ്ലോയർ എൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ അങ്ങനെ ഒരു പ്രശ്നമായി. ഓക്കെ, പിന്നെ ഏജൻസിയായിട്ട് സംസാരിച്ച്
അവർ പറഞ്ഞു എക്സാം എഴുതിയേക്കുന്നതുകൊണ്ട് ഇനി കുഴപ്പമില്ല, ഇനി വിസയ്ക്ക് വെക്കാണ് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഏജൻസിയായിട്ട് സംസാരിച്ചു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏപ്രിൽ ഇൻടേക്ക് 2026 ഈ ഏപ്രിൽ ഇൻടേക്കിലേക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു പ്രശ്നം, എനിക്ക് എംപ്ലോയറുടെ ഒരു ലെറ്റർ വേണം. നമ്മുടെ എംപ്ലോയറുടെ ലെറ്റർ എന്ന് പറയുമ്പം നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ എംപ്ലോയർ സാറ്റിസ്ഫൈ ആണെന്ന് പറയുന്ന ലെറ്റർ നമുക്ക് വേണം. കാരണം എൻ്റെ ഓൾറെഡി റിജക്ഷൻ ആയതുകൊണ്ട് ഈ സംഭവം ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും റിജക്ഷൻ ആവും. എന്നെക്കൊണ്ട് ഒന്നുകൂടെ അത് താങ്ങാൻ പറ്റത്തില്ല, ആ മൊത്തം ഒരു ഇതാവും. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അവർ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അവരോട് എംപ്ലോയറോട് സംസാരിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഈ സമയത്തെല്ലാം ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, തൈലം തൂത്ത് പ്രാർത്ഥന എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പം എനിക്ക് മാതാവായിട്ട് എനിക്ക് വേറെ ഏജൻറ്റിനെ കാണിച്ചു തന്നു. അപ്പോൾ ഏജൻറ്റായിട്ട് എൻ്റെ കാര്യങ്ങൾ മൊത്തം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എംപ്ലോയർ ലെറ്റർ തരാം, പിന്നെ പ്രീ അപ്രൂവൽ എന്ന് പറയുന്ന പേപ്പറുണ്ട്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ജർമ്മൻ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ഓക്കെ ആണെന്ന് പറയുന്നൊരു പേപ്പർ. അപ്പം ആ 2 പേപ്പറും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു, ആ 2 പേപ്പറും കിട്ടി. അങ്ങനെ ഞാൻ ഈ ഫെബ്രുവരി 20 ഞാൻ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് എനിക്ക് ഈ ഇടയ്ക്ക് തന്നെ വിസ വന്നു. അങ്ങനെ ഏപ്രിൽ 1 ഞാൻ പോവുകയാണ്. പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ റിജക്റ്റ് ചെയ്ത ആൾ തന്നെ എനിക്ക് വിസ അടിച്ച് തരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പം അങ്ങനെ പറയണമെന്നൊരാഗ്രഹം, അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് ഇവിടെ ഞാൻ സാക്ഷ്യം പറയും. കാരണം ഇത് അത്രയും ഒരു മാതാവ് ഈശോയെ അത്ഭുതം പ്രവർത്തിച്ചൊരു സാക്ഷ്യമാണ്. കാരണം എക്സാം 4 മൊഡ്യൂളും എക്സാം എഴുതിയ ഒരാൾക്ക് വിസ കിട്ടുന്നില്ല, എന്നിട്ട് പിന്നെയും മാതാവ് ഡേറ്റ് എടുത്ത് തരുന്നു, പിന്നെ എക്സാം പാസ്സാകുന്നു. അവിടെ എംപ്ലോയറുടെ ലെറ്റർ കിട്ടത്തില്ലെന്ന് പറയുന്നു. കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എംപ്ലോയറുടെ ലെറ്ററും അതിൻ്റെ കൂടെ പ്രീ അപ്രൂവൽ 2 പേപ്പറും മാതാവ് നമുക്ക് ശരിയാക്കി തരുന്നു. അപ്പോൾ അങ്ങനെ വിസ വന്ന് നോക്കിയപ്പം 4 മൊഡ്യൂളും എൻ്റെ 1 ഇയർ ആയി എന്ന് പറഞ്ഞ് എനിക്ക് ലാംഗ്വേജ് സ്കില്ലെന്ന് പറഞ്ഞ ആ ഓഫീസർ തന്നെയാണ് എനിക്ക് പുതിയ വിസ അടിച്ചു തന്നത്. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളെന്നൊക്കെ പറയുവാണെങ്കിൽ, ഞങ്ങളുടെ വല്യമ്മച്ചി 5 വർഷമായിട്ട് ഇങ്ങനെ കിടപ്പായിരുന്നു. അപ്പം വല്യമ്മേനെ ഞാൻ നോക്കുമായിരുന്നു. ആ നോക്കുന്നതിന് ഞാൻ ഈശോനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ പപ്പായ അമ്മയാണ് വല്യമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല, വല്യമ്മേനെ കെയർ ചെയ്യുമായിരുന്നു. അതുപോലെ എനിക്കറിയാവുന്ന ഒരു അച്ഛൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ ഓൾഡ് പ്രായമായ ആൾക്കാർക്ക് വേണ്ടി ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ 3 മാസം പോയി ശുശ്രൂഷ ചെയ്തു. പിന്നെ ഞാൻ പത്രം എല്ലാവരും കൊടുക്കുമായിരുന്നു. ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുന്നിടത്താണെങ്കിലും എൻ്റെ പിള്ളേരുടെ സ്റ്റുഡൻസിനോട് ഞാൻ പറയും, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുമായിരുന്നു. എങ്ങനെയാണ് ഞാൻ ഈ ജർമ്മൻ എന്നൊരു കടമ്പ കടന്നത്, മാതാവ് എങ്ങനെയാണ് അത്ഭുതം പ്രവർത്തിച്ചത്, കൃപാസനം എന്ന് പറയുന്നത് എന്താണ്, കൃപാസനത്തോടെ നമുക്ക് എങ്ങനെ ഉടമ്പടി ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. അതുപോലെ ഞാൻ മാക്സിമം ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ഞാൻ ജർമ്മൻ പഠിച്ച ഭരണങ്ങാനത്താണ്. അപ്പം അവിടെ ഭരണങ്ങാനം പള്ളിയുണ്ടല്ലോ, അപ്പോൾ എല്ലാ ദിവസവും ഞാനവിടെ പള്ളിയിൽ പോകുമായിരുന്നു. അത് പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ ഇവിടെയും പള്ളിയിൽ പോകുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ യൂത്തിലും അതുപോലെ പള്ളിയിലെ എല്ലാ പരിപാടികളിലും ആക്റ്റീവായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാരെ ഞാൻ പോയി കാണുമായിരുന്നു. അവർക്ക് ഞാൻ കൃപാസനം പത്രം വായിച്ചു കൊടുക്കുകയും ഓരോ സാക്ഷികളെ പറഞ്ഞു കേൾപ്പിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഉടമ്പടി ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് നമുക്ക് മാതാവ് ഈശോ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അനുഗ്രഹം തരും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രോബാക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അവസാനം നമ്മൾ ഒരിക്കലും ഈശോയും മാതാവ് നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. എൻ്റെ ഒരു സാക്ഷ്യത്തിലൂടെ എനിക്കത് പറയാൻ പറ്റും. കാരണം ഞാൻ 2023 തൊട്ട് ഞാൻ ജർമ്മൻ കാര്യം ചെയ്യുന്നതാണ്. 2026 ആയപ്പോഴാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായത്. അപ്പം ഇങ്ങനെ ഓരോരോ സങ്കടങ്ങൾ വരുമ്പോഴും ഈശോയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നീ സങ്കടപ്പെടണ്ട, നിനക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാകും. എനിക്ക് ആ ശരിയാകും എന്നൊരു വിശ്വാസം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് മാതാവ് ഈശോയെ നൽകി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സ്നേഹിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. സാവിയോ എന്ന ഈ മകൻ്റെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മകനോട് ഏറ്റുപറഞ്ഞത്. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ മകൻ്റെ റിസൾട്ട് വന്നത് ഒരു ബമ്പർ ക്രോപ്പ് പോലെ ബമ്പർ റിസൾട്ടായി പ്രിൻസിപ്പൽ തന്നെ അനൗൺസ് ചെയ്ത ഒരു റിസൾട്ടാണ്. നല്ലൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും ഒരു 91% സ്കോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. അത് സാവിയയുടെ അമ്മ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണെന്നാണ് ആദ്യത്തെ ഡിവൈൻ ടച്ച് സാവിയോയ്ക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചത്. കൃപാസനത്തിലെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മകനെ ലഭിച്ചത്, ഈശോ എന്നെ അനുഗ്രഹിക്കും, എൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ എനിക്ക് ഈശോയോട് കൂടെ നിൽക്കണം, അതിന് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമെന്നുള്ളൊരു വലിയ തീരുമാനവും വലിയ ഉറപ്പും ഈ മകനെ ഉടമ്പടിയെടുത്തപ്പോൾ ജർമ്മൻ പഠനത്തിലൂടെ അദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലായി.
ജർമ്മൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് എന്നും തൈലം പൂശിയും ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചും എല്ലാം ഈ മകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മലയാളം പറയുന്നത് പോലെയാണ് ഈ മകനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. അത്രയ്ക്കും എളുപ്പമായ ഒരു പരീക്ഷയായിരുന്നു എന്ന് ഈ മകനേറ്റ് പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വേള തൻ്റെ ഒരു വലിയ ബ്ലോക്ക് വരുന്നു. തൻ്റെ റിസൾട്ട് ക്യാൻസലാകുന്നതും തനിക്ക് കോൺട്രാക്റ്റ് ക്യാൻസലാകുന്നതും എംപ്ലോയർ സാറ്റിസ്ഫാക്ടറി അല്ല എന്നുള്ള ഒരു അറിയിപ്പ് നൽകുന്നതുമെല്ലാമുള്ള ഒരു തടസ്സങ്ങൾ ഈ മകൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉടമ്പടിയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് എൻ്റെ വിശ്വസ്തതയെ മാറ്റുരച്ച് നോക്കുന്നതാണെന്ന് സാവിയോയ്ക്ക് മനസ്സിലാകുന്നതാണ് ഉടമ്പടി മുന്നോട്ട് പോകാൻ ഈ മകനെ ധൈര്യം കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി, എന്നെ ആരൊക്കെ റിജക്റ്റ് ചെയ്താലും ഈശോ എന്നെ ഉയർത്തും. ദൈവനാമം മഹത്വപ്പെടുത്താൻ ഈ സാഹചര്യം ഞാൻ ഈ സാഹചര്യം ഞാൻ ഉപയോഗിക്കും. ദൈവനാമം മഹത്വപ്പെടുത്തണം. എനിക്ക് റിജക്ഷൻ തന്ന ആ വ്യക്തിയിലൂടെ തന്നെ എനിക്ക് വിസ അടിച്ചു തരണം എന്നുള്ള ഒരു വലിയ വാശിയോടെയുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അതിനുവേണ്ടി തൻ്റെ കാരുണ്യ പ്രവൃത്തികളെയും ഈശോയെ പ്രഖ്യാപിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും എല്ലാം ആക്കം കൂട്ടി ഞാൻ ആരെയൊക്കെയാണോ ചെന്ന് കാണുന്നത്, റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോഴും തൻ്റെ വല്യപ്പനെ ശുശ്രൂഷിക്കുമ്പോഴും എല്ലാം ഈശോയെ കാണുന്നത് പോലെ, ഈശോയെ പരിചരിക്കുന്നത് പോലെയുള്ള ഒരു വലിയ ടച്ചിങ് എക്സ്പീരിയൻസ് ഈ ഉണ്ടായതായി ഇവിടെ ഏറ്റു പറയുന്നു. നമുക്ക് ഈശോയെ സ്പർശിച്ചോ എന്നുള്ളതാണ് ഉടമ്പടിയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അനുഭവം. ഈശോ എന്നെ സ്പർശിക്കുന്നുണ്ട്, ഈശോ എനിക്ക് അനുഗ്രഹം നൽകുന്നുണ്ട്, പക്ഷേ ഞാൻ ഈശോയെ സ്പർശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് യൂത്ത് തിരിച്ചറിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നാം എവിടെയെല്ലാം ചെന്നുവോ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്നെ പറഞ്ഞു വിടുമ്പോൾ എന്നെ ഒരു മിഷണറിയായി പറഞ്ഞു വിടുന്നു, ഞാൻ അവിടെ ഈശോയെ പ്രഘോഷിക്കും. പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങൾ, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഞാൻ എന്നും ഓർത്തിരിക്കും. ഞാൻ എല്ലാവരോടും, സങ്കടപ്പെടുന്നവർക്കെല്ലാം ഞാനൊരു സാക്ഷിയായിരിക്കും. ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു വലിയ തീരുമാനത്തോടെ ഈ മകനോട് ഇറങ്ങുമ്പോൾ നമുക്കും അതൊരു മാതൃകയായി ഏറ്റെടുക്കാം. സാവിയോയുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച എല്ലാ അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം.